ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനാണ്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 12 അല്ലേ, പൗർണമി പൂജയാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ വന്നതിൻ്റെ കാര്യം അറിയാലോ. ഇന്ന് പൗർണമി പൂജയാണ്. ഒന്ന് അലങ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അലങ്കാരം കഴിഞ്ഞ് ഞാൻ ഒന്ന് ഇറങ്ങിയതുള്ളൂ എല്ലാവരോടും ഒന്ന് പറയാനായിട്ട്. ഇന്ന് പൗർണമി പൂജയാണ്. സാധാരണ ദിവസങ്ങൾ ഫോൺ എടുക്കൽ എളുപ്പമല്ല, വാട്സാപ്പൊക്കെ നോക്കൽ വളരെ ഇപ്പോൾ ഇതായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്നൊരു ഒരു ഒരു മിനിറ്റ് ഞാൻ സമയം ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഭഗവാന്റെ അനുഗ്രഹത്താലും അതുപോലെ തന്നെ എന്താ പറയുക, നല്ല മഴയുണ്ട്. മഴയുള്ളത് കൊണ്ട് നല്ല മഴയാണ്. ഭഗവാന്റെ അനുഗ്രഹത്താലും ഭക്തരുടെ സഹായത്താലും നമ്മളിവിടെ ഒരു ഇരിക്കാനും അതുപോലെ ആരെങ്കിലുമൊക്കെ വന്നൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം ശരിയാക്കിയിട്ടുണ്ട്. അറിയാലോ, നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പലരുടെയും ഒരുപാട് പേരുടെ പറഞ്ഞാൽ തീരാത്ത ആൾക്കാരുണ്ട്. പേരെടുത്ത് പറയുമ്പോൾ എല്ലാവരുടെയും പേര് എടുത്ത് പറയാമെന്ന് എളുപ്പമല്ലല്ലോ. അപ്പം എല്ലാവരുടെയും സഹായത്തുകൾ കൂടി ഒരു ഇരിപ്പിടം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശമൊക്കെ ആയി എന്ന് തന്നെ പറയാം. പൂർണ്ണമായെന്നല്ല, പണികൾ ഇനിയുണ്ട്, കുറച്ചുകൂടെയൊക്കെ ബാക്കിയുണ്ട്. ഇത് അത്യാവശ്യം കാലൊക്കെ കഴുകാം എന്നൊക്കെയുള്ള സൗകര്യമൊക്കെ ആയിട്ട്. ഇതാണ് നമ്മുടെ പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ ഇത് മഴയുള്ള കാരണം ഇതാണ് നമ്മുടെ സ്ഥലം. ഇപ്പോൾ ഇതിലേക്ക് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പെയിൻറ്റിങ്ങൊക്കെ കഴിയണുള്ളൂ. കുടിക്കാനായിട്ട് ശുദ്ധജലമാണ്, ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം തന്നെയാണ്. നമ്മുടെ വീട് ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ലോക്കൊന്നും വെച്ചിട്ടില്ല. ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ലോക്കൊക്കെ ഊരിയെടുത്തിരിക്കുകയാണ് പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട്. ഇതിനു മുൻപ് ഞാൻ ഇട്ടിരുന്നു. ഇതാണ് നമുക്കൊന്ന് ഇരിക്കാനുള്ള സ്ഥലം. ഇവിടെ ഒരു 2-3 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുള്ള ചെറിയൊരു സ്ഥലമാണ്. അതും തന്നെ വലിയൊരു തുകയൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ കുരുതിയൊക്കെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മാസത്തിൽ പ്രത്യേക പൂജകൾക്കാണ് കുരുതി നടത്താറിയാലോ, അപ്പോൾ നടത്താറുള്ളത്. പിന്നെ ഇത് CCTVയിൽ ഞാൻ ഓൺ ചെയ്തിട്ടില്ല. CCTVയിൽ ഈ പരിസരങ്ങൾ മുഴുവൻ ഇതാണ് കേട്ടോ. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പലർക്കും ക്യാമറയുടെ മുന്നിൽ ക്യാമറയുള്ള അമ്പലങ്ങളിലേക്ക് പോവുക. അതായത് പണ്ട് കാലത്ത് ഇപ്പോഴും വിഷ്ണുമായ കരിമുട്ടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പലർക്കും പേടിയാണ്. പ്രാർത്ഥിക്കാനും കാര്യങ്ങൾ നടത്താനും ഇഷ്ടമാണ്, നടത്താനായിട്ട് ഇഷ്ടമാണ്. എന്നാൽ പലർക്കും വിഷ്ണുമായയുടെ അടുത്ത് പോയി എന്ന് പറയാൻ പലരും പറയണ കേട്ടോ. അവിടെങ്ങാട്ടിലേക്ക് ഞാൻ തന്നെ ചില ആദ്യകാലങ്ങളിലൊക്കെ പോകുന്ന സമയത്തേ നമ്മളെ പരിചയമുള്ളവരൊക്കെ കണ്ട ഒരു സൈഡിലേക്ക് മാറണ പോലെ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു ഭയമാണോ എന്താണ് എന്ന് മനസ്സിലാവണില്ല. കാര്യങ്ങൾ നടക്കാനൊക്കെ കരിങ്കുട്ടി സ്വാമി വിഷ്ണുമായൊക്കെ വേണം. അവർക്ക് പേര് പറയാൻ പാടിയുള്ള പലരും ഉണ്ടാവും. അയ്യോ കരിങ്കുട്ടി എന്തോ ഒരു അന്നാ ഗുരുവായൂർ പോയത് സെൽഫി എടുത്തിടും, പഴനിക്ക് പോയി സെൽഫി എടുത്തിടും, തിരുപ്പതിക്ക് പോകുന്നതിനെ കുറിച്ചും പറയും, പോയിട്ട് വരുന്നതും വരി നിൽക്കുന്നതൊക്കെ സെൽഫി എടുത്തിടും. വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ എന്താണോ എല്ലാവർക്കും ഇപ്പോഴും ആ ഒരു പേര് ആൾക്കാർ എന്തോ ഒരു വേറൊരു രീതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുക. അതെന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അതുകൊണ്ടുള്ള അനുഗ്രഹം കൊണ്ടാണ് ഞാനൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതെന്ന് പറയാം. അത്രയ്ക്കും പ്രശ്നങ്ങളുടെ മുകളിൽ നിന്നൊക്കെ നടുവിലായിരുന്നു ഞാൻ. എല്ലാം ഉപേക്ഷിച്ച് ഈ ഒരു ഇതിലേക്കൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഈ ഒരു ഇവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇത് ഇവിടെ ഇതൊക്കെ ഞാൻ വീഡിയോ ഇട്ടുണ്ട്. എന്നാലും പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പണി കഴിഞ്ഞിട്ട് പൈസ തന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ, ഒരുപാട് പേരുടെ സഹായത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാനായിട്ടുള്ള എല്ലാവർക്കും കാണാനായിട്ട് വരാൻ പറ്റാത്തവരാണ്. ഇപ്പോൾ പകുതി പേരും വിദേശത്തുള്ളവരും ഇവിടെയുള്ളവരാണെങ്കിൽ തന്നെ ദൂരെയുള്ളവരൊക്കെയാണ്, അതർ സ്റ്റേറ്റിലുള്ളവരൊക്കെയാണ്. ഇതാണ് നമ്മുടെ ചെടികൾ. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ചെടികൾ പൂവിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു. പൂവ് വാങ്ങിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ നിത്യവരുമാനം ഇല്ലാത്തതിൻ്റെ പേരിൽ തന്നെ ക്ഷേത്ര ദർശനം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാണിക്കയിടലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂവിനൊക്കെ ഭയങ്കര വിലയാണ്, 450 രൂപയാണ്. ഇന്നത്തെ ബില്ല് വന്നിട്ടില്ല, അത് അവർ ബില്ല് അയക്കും വാട്സാപ്പിൽ.
അപ്പോൾ നമ്മൾ ചെത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉള്ള സ്ഥലത്ത് ഒതുങ്ങി ഇതിൽ ഇത്തിരി പണിയെടുക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടെയാണ് കുരുതിക്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ മഴയാണ്. ഈ ഒരു റൂമുണ്ട്. ഈ റൂമിലാണ് കുരുതിയൊക്കെ നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കുരുതി കഴിഞ്ഞ കോഴീനെ നേദ്യത്തിനായിട്ട് നന്നാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ഇത് പെയിൻറ്റിങ്ങൊക്കെ ഒരുവിധം കഴിച്ചു എന്ന് പറയാം. ഇന്നത്തെ ഒരു ആവശ്യത്തിനായിട്ട് മാറ്റി വെച്ചതാണ്. ഇതാണ് വയറിങ്ങൊക്കെ പണ്ടത്തെ മറ്റേ അമ്പലം പണിയണ പോലെ തന്നെ എല്ലാം ഞാൻ തന്നെയാണ്. ഇതൊക്കെ പിന്നീട് സമയം പോലെ കാശിനനുസരിച്ച് സീലിങ്ങൊക്കെ അടിക്കണമെന്നുണ്ട്. ഇത് ഇങ്ങനെയാണ് കേട്ടോ, ഡ്രസ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഷീറ്റൊക്കെ ഇട്ടിട്ട് മുകളിൽ ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ സൗകര്യങ്ങൾ. ഇപ്പോൾ തന്നെ 5 മിനിറ്റായി. ഇനി സ്വാമിയുടെ അടുത്തേക്ക് എത്താം. ഇതാണ് സ്ഥലം. നമ്മുടെ അമ്പലമാണ്. ഇനി ഒരു കാര്യം കാണിക്കണമെന്നുണ്ട്. എന്നാലും മഴ ആയ കാരണം എന്നാലും കാണിക്കാം. അത് കാണിച്ചില്ലെങ്കിൽ ഇതാണ് നമ്മൾ താഴെ ചെടി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചത്. ഇതപ്പോൾ മുകളിലേക്ക് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ മഴയായ കാരണം മുകളിൽ കയറി കാണിക്കാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അലങ്കാരമൊക്കെ കഴിഞ്ഞു. ഇന്ന് പൗർണമി പൂജയുടെ സ്വാമിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പറഞ്ഞിരുന്നല്ലോ ആദ്യം നമ്മളിവിടെയാണ് ആദ്യം വന്നാൽ ഒന്ന് ഇരിക്കാറ്. 2 ആൾക്ക് പോലും തികച്ചിരിക്കാൻ പറ്റില്ല. ഇവിടെയാണ് ഞാനിരുന്നിരുന്നതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഇവിടുന്ന് ഇപ്പം ഇനി ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമാക്കി. അതായത് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാവർക്കും. ഇനി സ്വാമീനെ ദർശിക്കാം. അലങ്കാരമൊക്കെ കഴിഞ്ഞു. പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ്. ഇന്നത്തെ പൂജ ഒരു ഗുജറാത്തിൽ നിന്ന് വന്നിട്ടുള്ള ഫാമിലിയാണ്. അവർ 2 ദിവസമായിട്ട് തൃശ്ശൂർ വന്നിരിക്കുകയാണ്. അവരുടെ പേരും കാര്യങ്ങളും പറയാത്തതിൻ്റെ കാര്യം എന്താ, അവർക്ക് വിരോധമൊന്നുമില്ല. എന്നാലും അവർ ഇവിടെ ഇത്രയും ദൂരം പൈസ ചിലവാക്കിയിട്ട്, ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് 2 പേരും വന്ന് ഇവിടെ റൂം എടുത്തിട്ടാണ് താമസിക്കുന്നത്. ഇവിടെ അടുത്താണ് അവരുടെ വീട്. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമുള്ളൂ. നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ തന്നെയാണ്. അപ്പോൾ അവർ അവിടെ പോലും പോകാതെയാണ് സ്വാമിയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ പേരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇനി അവർക്കതൊരു വിഷമം പാടില്ലല്ലോ. അവർ മൊബൈൽ ഓഫ് ചെയ്തിരിക്കുക. അപ്പോൾ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ മൊബൈൽ ഓൺ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ വന്നത് അറിയും, തൃശ്ശൂർ എത്തിയത് എല്ലാവരും അറിയില്ല. എന്നിട്ട് അവരുടെ അവിടേക്ക് പോയില്ലെങ്കിൽ അത് വിഷമല്ലേ, സ്വന്തം വീട്ടിലേക്ക് പോകാണ്ട് നീ അമ്പലത്തിൽ വന്ന് പോയില്ലേ എന്നുള്ളൊരു പേര് കേൾക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ആ പേരും കാര്യങ്ങളൊന്നും ഉച്ചരിക്കണില്ല. അവർ 2 ദിവസമായി വെയിറ്റിംഗ് ആണ്. അവരെയാണ് ഇന്നത്തെ പൗർണമി പൂജയും കാര്യങ്ങളൊക്കെ. ഇന്നലെ വന്നിരുന്നു. ഇന്നലെ കുരുതിയിലേക്ക് ആവാഹിച്ച് മുട്ടൊക്കെ ഇറക്കിയിട്ടാണ് പോയത്. ഇന്നും അവരുടെ ഒരു കർമ്മം കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതൊക്കെ ചെയ്യാനായിട്ട് സ്വാമിനെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ദേവസ്ഥാനത്തിന് അഡ്വാൻസ്ഡ് വിഷു ആശംസകൾ. അപ്പോൾ നാളത്തെ കഴിഞ്ഞ വിഷുവാണ്. ഇനിയിപ്പോൾ ഇന്ന് സമയമൊന്നുമില്ല. ഇന്നത്തെ ഈ പൂജയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം 3 മണിയൊക്കെ ആവും. അത് കഴിയുമ്പോഴേക്കും അടുത്ത അത്താഴ പൂജ തുടങ്ങി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ റെസ്റ്റ് ഇല്ല. നാളെ മറ്റന്നാളൊക്കെയുള്ള ഒരുക്കങ്ങൾ. വിഷുവിന് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലായിട്ടുള്ള പായസങ്ങൾ, സ്പെഷ്യലായിട്ടുള്ള ഇതൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരുക്കപ്പാടുകളാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ലാലൂർ ദേവസ്ഥാൻ്റെ വിശ്വാസംസകളോട് കൂടിയിട്ട് ഇതാവട്ടെ. സ്വാമീനെ ഒന്നുകൂടിയും കാണാം. എന്നെ അല്ലല്ലോ കാണേണ്ടത്, സ്വാമിയുടെ അല്ലേ. സ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ. സ്വാമിയുടെ ലാലൂർ ദേവസ്ഥാനം കരിങ്കുട്ടി സ്വാമിയുടെ നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവമാണ് ലോകത്തിലേക്ക് സ്വാമിയുടെ പേരും പ്രശസ്തിയിലേക്ക് എത്തിക്കുക. അപ്പം നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ മടിക്കരുത്. ലാലൂർ ദേവസ്ഥാനം കരിങ്കുട്ടിയിൽ ലാലൂർ എന്ന് വെച്ചില്ലെങ്കിലും കരിങ്കുട്ടി സ്വാമിയുടെ ആ ഒരു പേരും പ്രശസ്തിയും ലോകത്തിൻ്റെ നിങ്ങളുടെ മുന്നിലൂടെ വേണം എനിക്ക് ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ. നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് അത് ലോകത്തിൻ്റെ മുന്നിലേക്ക് സ്വാമിയുടെ പേരും പ്രശസ്തി എത്തിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഈ ഒരു ആത്മീയതയിലേക്ക് വന്നിട്ടുള്ളത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. എല്ലാവർക്കും വിശ്വാസാംശങ്ങൾ. സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവും. ലാലൂർ ദേവസ്ഥാനമേ അഭയം കരിനീലിയമ്മേ ശരണം കരിങ്കുട്ടി സ്വാമി ശരണം വിഷ്ണുമായ സ്വാമി ശരണം ലാലൂർ ദേവസ്ഥാനമേ അഭയം.